Hello friends, welcome back to my channel. ഇന്ന് നമുക്ക് ബ്രൈഡൽ ബ്ലൗസിന്റെ നെക്ക് ലൈൻ ഡിസൈൻ ചെയ്യാം. ഇതൊരു സിമ്പിൾ വർക്ക് ആണ്. ഞാൻ ഇവിടെ ഫ്രണ്ട് നെക്ക് ആണ് ഡിസൈൻ ചെയ്ത് കാണിക്കുന്നത്. ഫ്രണ്ട് നെക്ക് ഡിസൈൻ ചെയ്യുമ്പോഴത്തേക്ക് നമുക്കത് ഹാഫ് ആയിരിക്കും. അപ്പോൾ വലതുവശത്ത് അതായത് നമുക്ക് സാരി മറയാത്ത വശത്ത് വേണം നമ്മൾ നെക്ക് ലൈൻ ചെയ്യേണ്ടത്. അപ്പോൾ ചെയ്യുമ്പോൾ നമ്മൾ ഹുക്കിന്റെ ബാൻഡ് വരുന്ന ആ ഒരു പോർഷൻ മാത്രം നമുക്ക് ചെയ്താൽ മതിയാകും. അപ്പോൾ അതിനായിട്ട് ആ ഒരു പോയിന്റ് മാർക്ക് ചെയ്യുക. ഞാനിവിടെ മെറ്റാലിക് ഗോൾഡൻ കളർ സെരി ത്രെഡാണ് എടുത്തിരിക്കുന്നത്. സാരിയിൽ പോയിരിക്കുന്ന സെരി ത്രെഡ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വർക്ക് ചെയ്യാനായിട്ട് ഞാനിവിടെ ആരി നീഡിൽ നമ്പർ 14 ആണ് എടുത്തിരിക്കുന്നത്. ഫസ്റ്റ് ഇവിടുന്ന് റിവേഴ്സിലൊരു സ്റ്റിച്ച് കൊടുത്തിട്ട് ചെയിൻ സ്റ്റിച്ച് ചെയ്യാം. ചെയിൻ സ്റ്റിച്ച് ഞാനിവിടെ 3 ലൈനായിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് 3 ലൈനായിട്ട് എടുക്കുന്നത് എന്നുള്ളത് കാണിക്കാം. ഫസ്റ്റ് നമ്മൾ മാർക്ക് ചെയ്ത പോയിന്റ് വരെ ആദ്യത്തെ ചെയിൻ സ്റ്റിച്ച് ചെയ്തു പോവാം. ഈ ഒരു സൈഡിൽ അതായത് വലതുവശത്തോട്ടേക്ക് തിരിച്ചിട്ട് വീണ്ടും ഇടതുവശത്തോട്ട് കൊണ്ടുവന്നിട്ടാണ് രണ്ടാമത്തെ ലൈൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അതേപോലെ മുകളിൽ ചെന്നിട്ട് ഇടതുവശത്തു നിന്ന് മൂന്നാമത്തെ ലൈൻ സ്റ്റാർട്ട് ചെയ്യുക. ഇങ്ങനെ ചെയ്തതിന് ശേഷം നോർമലായിട്ടുള്ളൊരു എൻഡ് നോട്ടും ഇട്ട് കൊടുക്കുക. നെക്സ്റ്റ് ഞാനിവിടെ ചെയ്യാൻ പോകുന്നൊരു ബീഡ് ഔട്ട്ലൈൻ ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ സെയിം തുണിയുടെ മെഷീൻ ത്രെഡ് എടുത്തിട്ടുണ്ട്. ആരി നീഡിൽ നമ്പർ 24 വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഞാനിവിടെ മെറ്റാലിക് ഷുഗർ ബീഡ്സ് ആണ് എടുത്തത്. ഗോൾഡൻ കളർ മെറ്റാലിക് ഷുഗർ ബീഡ്സ് ആണ് എടുത്തിരിക്കുന്നത് പ്രിസർവ് ബ്രാൻഡിലെ. ഷുഗർ ബീഡ് ഔട്ട്ലൈൻ കഴിഞ്ഞിട്ട് ഞാനിവിടെ 2mm വരുന്ന ഡൽ ഗോൾഡൻ ബീഡാണ് സ്റ്റിച്ച് ചെയ്ത് പോകുന്നത്. ഈ ഒരു ബീഡ് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ഷുഗർ ബീഡ് ലൈൻ കൂടി കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 ബീഡ്സ് ആണ്. 2 ബീഡ്സ് ഞാനിവിടെ സിക്സാഗ് ഷേപ്പിലാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഷുഗർ ബീഡ് ലൈനിൽ നിന്നും ഒരു 1/4 ഇഞ്ച് നീക്കി ഇതേപോലെ സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് ഈ ഒരു 2 ബീഡിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു ചെറിയൊരു ലോക്ക് സ്റ്റിച്ചും കൂടി കൊടുക്കുക. ലോക്ക് സ്റ്റിച്ച് എന്ന് ഉദ്ദേശിക്കുന്ന ഒരു കുഞ്ഞ് ചെയിൻ സ്റ്റിച്ചാണ്. കാരണം ഇത് ലൂസായി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇടയ്ക്കൊരു ചെയിൻ സ്റ്റിച്ച് ഒരു ലോക്ക് സ്റ്റിച്ച് കൊടുക്കുന്നത്. അപ്പോൾ 2 ബീഡ്സ് ഇവിടെ എല്ലാം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ഷുഗർ ബീഡും ഒരു 2mm ബീഡും കൂടി കോർത്തിട്ട് ഈ ഒരു വി ഷേപ്പിൽ ഒരു സ്റ്റിച്ച് കൂടെ കൊടുക്കുന്നുണ്ട്. അടുത്ത് വരുന്ന ഗ്യാപ്പിൽ ഒരു ഷുഗർ ബീഡാണ് സ്റ്റിച്ച് ചെയ്ത് പോകുന്നത്. അപ്പോൾ ഇതേപോലെ എല്ലാ ബീഡ്സിൻ്റെ ഇടയിലും ഇതേപോലെ നമുക്ക് 2 ബീഡ്സിൻ്റെ ഇടയിലും ചെയ്തു പോവാം. അപ്പോൾ ഇത്രയാണ് ഇതിനകത്ത് വരുന്ന വർക്ക്. അപ്പോൾ ബാക്ക് നെക്ക് ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ഇതാണ് ബാക്ക് നെക്ക്. ഫ്രണ്ട് നെക്ക് നമ്മൾ ചെയ്ത അതേപോലെ തന്നെയാണ് ബാക്ക് നെക്കിലും ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ സ്ലീവ് വരുന്നതും ഇതേപോലെ തന്നെയാണ്. ബോർഡറിൽ മാത്രമാണ് ഈ ഒരു ലൈൻ വരുന്നത്. സിമ്പിളായിട്ട് ചെയ്തിരിക്കുന്ന വർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.